KCV ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം 2020 മുതൽ 2024 വരെയുള്ള കാലയളവിലെ ഒഴിവുകളിലേക്കുള്ള നിയമനം നടത്തുന്നതിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 243 ഒഴിവുകളാണ് ഉള്ളത്. വിവിധ വകുപ്പുകളിലായിട്ടാണ് നിയമനത്തിനു വേണ്ടി അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങൾ ഇനി പറയുന്നു. അക്വാട്ടിക്സ്, അത്ലറ്റിക്സ്, ബാസ്കറ്റ്ബോൾ, സൈക്ലിംഗ്, ഫുട്ബോൾ, ഹാൻഡ്ബോൾ, വോളിബോൾ, കനോയിങ് ആൻഡ് കയാക്കിംഗ് അല്ലെങ്കിൽ റോവിങ്, ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, റസ്ലിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ജൂഡോ, തൈക്കൊണ്ടോ, ജിംനാറ്റിക്സ്, ഹോക്കി, ടെന്നീസ്, ആർച്ചറി, ബോക്സിംഗ്, ഫെൻസിംഗ്, ഷൂട്ടിംഗ്, ബേസ്ബോൾ, സോഫ്റ്റ്ബോൾ, റഗ്ബി, കബഡി, ചെസ്സ്, കരാട്ടെ, വുഷു, റോളർ സ്കേറ്റിംഗ്, മൗണ്ടനിയറിംഗ്, സൈക്കിൾ പോളോ, പവർ ലിഫ്റ്റിംഗ്, ടെന്നീസ് സ്ക്വയർ, ബോൾ ബാഡ്മിൻ്റൺ, ഖോ, കളരിപ്പയറ്റ്, ബോഡി ബിൽഡിംഗ്, ടഗ് ഓഫ് വാർ, ത്രോബോൾ, നെറ്റ്ബോൾ, ആം റെസ്ലിംഗ്, യോഗ, സെപ്കാത്രോ, ആട്യപാട്യ, റോൾ ബോൾ എന്നിവയാണ് അംഗീകരിച്ചിട്ടുള്ള ഐറ്റങ്ങൾ. ഇനി നിയമനം നൽകുന്ന തസ്തികകളും വകുപ്പുകളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ, സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ, പൊതുമരാമത്ത് വകുപ്പും ജലസേചന വകുപ്പും. അതുപോലെ അസിസ്റ്റന്റ് സർജൻ, ആരോഗ്യ വകുപ്പിൽ. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിൽ. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1, പൊതുമരാമത്ത് വകുപ്പ്. അസിസ്റ്റന്റ് ഓഡിറ്റർ, സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിൽ. വിവിധ വകുപ്പുകളിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്, വിവിധ വകുപ്പുകളിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റുകൾ. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, സ്റ്റെനോ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 വിവിധ വകുപ്പുകളിൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പുകളിൽ ഹൈസ്കൂൾ ടീച്ചർ, അപ്പർ പ്രൈമറി ലോവർ പ്രൈമറി സ്കൂളുകളിൽ ടീച്ചറായിട്ടുള്ള നിയമനം. വിവിധ വകുപ്പുകളിൽ ഓഫീസ് അറ്റൻഡൻ്റ് ആയിട്ടുള്ള നിയമനം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടുള്ള നിയമനം. ആവശ്യമായ കായിക യോഗ്യത: അംഗീകൃത അന്താരാഷ്ട്ര ഫെഡറേഷനുകളിൽ നടത്തിയിട്ടുള്ള ഒളിമ്പിക്സ് അല്ലെങ്കിൽ ലോകകപ്പ് അല്ലെങ്കിൽ ലോക യൂണിവേഴ്സിറ്റി ഗെയിംസ് അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പ്, സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, യോഗ്യതാ മത്സരങ്ങൾ, ലോകകപ്പ്, ഒളിമ്പിക്സ്, ഏഷ്യ കപ്പ് തുടങ്ങിയവയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത ടീമിലെ അംഗമായിരിക്കുകയും വ്യക്തിഗത ഇനങ്ങളിലോ ടീം ഇനങ്ങളിലോ 1, 2, 3 സ്ഥാനം നേടി വിജയിച്ചവരോ ആയിരിക്കണം. അല്ലെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള കായിക ഇനങ്ങളിൽ ദേശീയ സീനിയർ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ദേശീയ ഗെയിംസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ അന്തർ സർവകലാശാല ചാമ്പ്യൻഷിപ്പ്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് തുടങ്ങിയവയിൽ പങ്കെടുത്ത് 1, 2, 3 സ്ഥാനം നേടി വിജയികളായ കേരള സംസ്ഥാന അല്ലെങ്കിൽ സർവകലാശാല ടീമിലെ അംഗങ്ങളായിരിക്കണം. അല്ലെങ്കിൽ യോഗ, കളരിപ്പയറ്റ് എന്നീ കായിക ഇനങ്ങളിൽ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച അസോസിയേഷൻ നടത്തുന്ന സീനിയർ സംസ്ഥാന മത്സരങ്ങളിൽ വ്യക്തിഗത ഇനങ്ങളിലോ ടീം ഇനങ്ങളിലോ 1-ാം സ്ഥാനം നേടി വിജയിച്ചവരായിരിക്കണം. അപേക്ഷകരുടെ പ്രായം: ഓരോ വർഷത്തെയും ഒഴിവുകളിലേക്ക് വേറെ വേറെ അപേക്ഷകളാണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന വർഷത്തെ ജനുവരി മാസം 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും 36 വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്തതും ആയിരിക്കണം. ഉദാഹരണത്തിന് 2020 വർഷത്തെ ഒഴിവിലേക്ക് നിയമനത്തിനായി അപേക്ഷിക്കുന്നവർക്ക് 2021 ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും 36 വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്തവരും ആയിരിക്കണം. പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗക്കാർ, മറ്റ് പിന്നോക്ക വിഭാഗക്കാർ എന്നിവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ്. കായിക രംഗത്തെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓരോ കലണ്ടർ വർഷത്തെയും ഒഴിവുകളിലേക്കും കായിക താരങ്ങൾ അതിന് തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷം കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. ഉദാഹരണം, 2020 വർഷത്തെ ഒഴിവുകളിലേക്ക് 2018, 19, 20 സാമ്പത്തിക വർഷങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്.
വിജ്ഞാപനത്തോടൊപ്പം നൽകിയിട്ടുള്ള നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറം സ്വന്തം കൈപ്പടയിൽ പൂരിപ്പിച്ച് ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടൊപ്പം സമർപ്പിക്കണം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനത്തിൻ്റെ പകർപ്പ് document.kerala.gov.in ലഭിക്കും. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആയത് ഉപയോഗിച്ച് അപേക്ഷ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായിട്ടല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ല. അപേക്ഷയിൽ മുൻഗണനാ ക്രമത്തിൽ തസ്തികയുടെ പേര് ചേർത്താൽ മതി. ഓരോ വർഷത്തേക്കും പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുക തന്നെ വേണം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ബന്ധപ്പെട്ട കായിക ഇനത്തിലെ നേട്ടങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും പകർപ്പുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തി അപേക്ഷയോടൊപ്പം ചേർക്കണം. അപേക്ഷാ ഫോമും അനുബന്ധ രേഖകളും സെക്രട്ടറി, പൊതുഭരണ വകുപ്പ്, സർവീസ് ഡി, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിലേക്ക് തപാൽ മുഖേന അയക്കണം. കവറിന് പുറത്ത് സ്പോർട്സ് ക്വാട്ട നിയമനത്തിനുള്ള അപേക്ഷ 2020-2024 എന്ന് രേഖപ്പെടുത്തണം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 7 വൈകിട്ട് 5 മണി. ജോലി ആവശ്യമുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.